അങ്ങനെ ഹീറോയിൻ തന്റെ രണ്ടു മക്കളെയും കൂട്ടി അവരുടെ അച്ഛന്റെ എൻഗേജ്മെന്റിന് പോകുന്നു. ഇവളാണെങ്കിൽ ആകെ നാണം കെട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവളുടെ മക്കള് അമ്മയെ നാണക്കെട്ടൊന്നും വിചാരിക്കണ്ട, ഇത് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ ഇവരങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഹീറോ കാണുന്നു. നിങ്ങൾ എന്താണ് ഇവിടെയെന്ന് അവരോട് ചോദിക്കുന്നു. എന്റെ അനിയത്തി എന്നെ ക്ഷണിച്ചിരുന്നു, കുട്ടികളുടെ നിർബന്ധം കൊണ്ടാണ് വന്നതെന്ന് ഹീറോയിൻ മറുപടി പറയുന്നു. നീ വിഷമത്തിലാണോ എന്ന് ഹീറോ അപ്പോ അവളോട് ചോദിക്കുന്നു. അപ്പൊ അവരുടെ മകനോടനെ നിങ്ങളാണ് എന്റെ അമ്മയെ വിഷമത്തിലാക്കിയതെന്ന് ഇവനോട് പറയുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവളുടെ അനിയത്തി വന്ന് ഗസ്റ്റ് എല്ലാം വെയിറ്റ് ആണെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോ ഹീറോയിനെ മക്കളെയും ഇവിടെ കണ്ട് ഹീറോയിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് ഇനി നിന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് ആണ്, ദയവ് ഇത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഇവളോട് പറയുന്നു. അപ്പൊ അവിടെ നിന്നവരൊക്കെ ഹീറോയിനെ കണ്ട് പണ്ട് ഇവളുടേതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച മറ്റൊരു പുരുഷനോടൊപ്പമുള്ള ഫോട്ടോ എടുത്ത് കാണിച്ച് ഇവള് പണ്ട് ഇങ്ങനെ നടന്നിരുന്നതാ, ഇപ്പൊ ഹീറോയെ കിട്ടാത്തതിൽ നല്ലതുപോലെ ഖേദിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഓരോന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇവളുടെ അച്ഛൻ അവളെ കാരണം നാണം കിട്ടിയതിൽ ഇവളോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും ഇവളുടെ അനിയത്തി അങ്ങോട്ടേക്ക് വന്ന് ഭയങ്കര ഭാവമായിട്ട് അഭിനയിക്കുന്നു. ഉടനെ തന്നെ ഹീറോയുടെ അമ്മയും വന്ന് ഹീറോയിനെ കണ്ട് ഓരോന്ന് പറയാനായിട്ട് തുടങ്ങുന്നു. കാരണം അവരുടെ മകനെ ഒരു കാരണമില്ലാതെ ഇവള് ഡിവോഴ്സ് ചെയ്തിട്ട് പോയതാണല്ലോ.